അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകാറുണ്ട്. പിശാചിന് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്നതാണ്. അത് ഖുർആനിലും ഹദീസിലുമൊക്കെ സ്ഥിരപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകാറുള്ളത്. ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഒന്നാമത്, ചെറിയ കുട്ടികളെയും കൊണ്ട് മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിൽ പുറത്തിറങ്ങുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, മഗ്‌രിബിൻ്റെ സമയത്ത്, വൈകുന്നേര സമയത്ത് നിങ്ങൾ മക്കളെ പുറത്തു കൊണ്ടുപോകരുത്. കാരണം പിശാച് വ്യാപിക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. രണ്ടാമത്, പ്രവാചകർ പഠിപ്പിക്കുന്നത് കന്നുകാലികളെ മഗ്‌രിബിന് മുമ്പേ ആലയിൽ കെട്ടണമെന്നാണ്. കന്നുകാലികളുള്ള വീടുകളുണ്ടാവും. അവരോടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഇത് പഠിപ്പിച്ചത്. 3, നമ്മുടെ വീടുകളിൽ വൈകുന്നേരമായാൽ, മഗ്‌രിബിൻ്റെ സമയമായാൽ നമ്മുടെ വീടുകളുടെ വാതിലുകളൊക്കെ അടക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. 4, ഭക്ഷണപാത്രങ്ങളൊക്കെ അടച്ചു വെക്കേണ്ടതാണ്. ആവശ്യം കഴിഞ്ഞാൽ അടച്ചു വെക്കേണ്ടതാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ അള്ളാഹുവിൻ്റെ വബ ഇറങ്ങുന്നതാണ്. അത് നമ്മുടെ പാത്രങ്ങളിലും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരമാവധി നമ്മൾ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയുമൊക്കെ രക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.